ഹലോ എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഒരു അടിപൊളി റീഫ്രഷിംഗ് ജ്യൂസ് പ്രിപ്പയർ ചെയ്യാം. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാഷ്യൂ ആപ്പിൾ ആണ്, അഥവാ പറങ്കിമാങ്ങ. ഇപ്പോൾ പറങ്കിമാങ്ങയുടെയൊക്കെ സീസണാണ്. അപ്പോൾ അത് വെറുതെ പറമ്പിൽ വീണ് പാഴാക്കാതെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും റെസിപ്പീസൊക്കെ ചെയ്ത് നോക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. കാരണം നമ്മൾ പണ്ട് തൊട്ടേ പറങ്കിമാങ്ങയുടെ ബാർക്കും ഫ്രൂട്ടും ഒക്കെ പല്ലുവേദന, വയറുവേദന ഇതൊക്കെ ക്യൂർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് 3 കാഷ്യൂ ആപ്പിളാണ് ഞാൻ എടുത്തേക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള കാഷ്യൂ ആപ്പിൾ തന്നെയാണ്. പിന്നെ ഒരു നാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു 5-6 ഡ്രോപ്പ് നീര് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അടുത്തത് ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 കപ്പ് ഷുഗർ, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 നുള്ള് ഉപ്പ് എന്നിവയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നട്ട്സൊക്കെ റിമൂവ് ചെയ്യണം. ഈ ഫ്രൂട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് ഇത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനു മുന്നേ ഈ ബാക്ക് പോർഷൻ റിമൂവ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡാമേജ് വന്ന പോർഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി റിമൂവ് ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി ചെറിയ പീസുകളാക്കുക. എന്നിട്ട് ഇതും കൂടി നമുക്ക് ആ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 കപ്പ് ഷുഗർ ആഡ് ചെയ്യുക. ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 2 ഗ്ലാസോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല വൃത്തിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കേണ്ടവർക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് അരിച്ച് ഉപയോഗിക്കാം. ഞാൻ അരിച്ചാണ് ഉപയോഗിക്കുന്നത്. അരിച്ചെടുത്ത ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. 5-6 തുള്ളി മതിയാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കുരുമുളകും നാരങ്ങ നീരും ഉപ്പും പഞ്ചസാരയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആവട്ടെ. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള കാഷ്യൂ ആപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. നമ്മൾ ഇതിൻ്റെ ഫ്രൂട്ട് അങ്ങനെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നാക്കിലൊക്കെ ഒരു കമർപ്പ് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു കമർപ്പോ കറയോ ഒന്നും പിടിക്കത്തില്ല. നല്ല സൂപ്പറാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ? ഇങ്ങനെയുള്ള നല്ല വീഡിയോയ്ക്കായി ഉപ്പേരി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടെ അമർത്തുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.